എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഡ്രോയിങ് ആണ്. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് എങ്ങനെയാണ് കഥകളിനെ സിമ്പിളായിട്ട് വരയ്ക്കാമെന്ന് നോക്കാം. കഥകളി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഫേസ് ആണല്ലോ. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ഒരു ഓവൽ ഷേപ്പാണ് വരയ്ക്കുന്നത്. ഹ്യൂമൻ ഫേസ് സിമെട്രിക്കൽ ആണ്, അതായത് നമ്മൾ നടുക്കുന്ന ഒരു ലൈൻ വരയ്ക്കുമ്പോൾ സെപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ സൈഡും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ നടുക്കുന്നും ഒരു വര വരച്ചു. ഇനി നമ്മൾ ഐബ്രോസിന് വേണ്ടിയിട്ട് ലൈൻ മാർക്ക് ചെയ്യുവാണ്. ഈ ഒരു പോർഷനിൽ ഐസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കുക. ഇനി നോസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഐബ്രോൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ട്രയാങ്കിൾ ആയിട്ടൊരു ഷേപ്പ് വരയ്ക്കണം. ഇവിടം വരെയാണ് ഞാൻ നോസ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അവിടം വരെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് വരയ്ക്കുന്നത്. പിന്നെ ഇനി ലിപ്സ് ആണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ഒരു ഹ്യൂമൻ ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇത്രയും റെഫറൻസ് വരയ്ക്കണം. നോസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് നടുക്കുന്ന ഒരു സർക്കിൾ വരച്ചു. ഇനി ഈ സൈഡിലും ഒരു സർക്കിൾ വരയ്ക്കണം, ഈ സൈഡിലും ഒരു സർക്കിൾ വരയ്ക്കണം. ഇനി ലിപ്സിന് വേണ്ടിയിട്ട് ഇത് ഐസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് ഇങ്ങനെ ഈ ഇത്രയും 3 ലൈൻ ഇത് ഈ 3 ലൈൻ ടച്ച് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഐസ് വരച്ചു തുടങ്ങാം. ഇത് കൃഷ്ണമണി വരയ്ക്കുകയാണ്, ഐബോൾസ്. ഇനി കഥകളിയുടെ ഐബ്രോസ് ആണ് വരയ്ക്കുന്നത്. അപ്പം കഥകളിയുടെ ഐബ്രോസ് റെഡിയായി, ഐസ് റെഡിയായി, നോസ് റെഡിയായി, ലിപ്സ് റെഡിയായി. ഇനി ഫേസ് ആണ്. നമ്മൾ കഥകളിയുടെ ഫേസ് കാണുമ്പം ഈ ഒരു ചീക്ക് പോർഷൻ, ഫേസിൻ്റെ ഈ ഒരു ചീക്ക് പോർഷനിൽ കുറച്ച് ബൾജിങ് ആണ്. അപ്പം ഒരു ബൾജിങ് നമുക്ക് അവിടെ കൊടുക്കാം. നമ്മൾ കഥകളീൻ്റെ ഇത്ര ഒരു പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പം ഈ റിമൈനിങ് പോർഷൻ അങ്ങ് മായ്ച്ചു കളയാം. ഇനി കഥകളിയുടെ കിരീടത്തിൻ്റെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. പിന്നെ കഥകളിയുടെ കിരീടത്തിന് ഇവിടെ ഒരു കേർവാണ്, ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. ഈ കഥകളിയുടെ കിരീടത്തിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് പോർഷനാണ്. അപ്പോൾ നമ്മൾ കഥകളീൻ്റെ ഫുൾ റെഫറൻസ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം കാണുന്നില്ലായിരിക്കും, ക്ലിയർ ആയിരിക്കത്തില്ല, ഫുള്ള് പെൻസിലിൻ്റെ വരെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് വരച്ചേക്കുന്നത്. നോസിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
ഇനി ആവശ്യമില്ലാത്ത ഈ പെൻസിൽ മാർക്സ് എല്ലാം ഒന്ന് മായ്ച്ചു കളയാം. അപ്പോൾ നമ്മൾ കഥകളിയുടെ ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്കെച്ച് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നത്. പക്ഷേ ഒറിജിനൽ ഡ്രോയിങ് നമ്മൾ വരയ്ക്കുമ്പോൾ പെൻസിൽ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. ഡ്രോയിങ്ങിൻ്റെ അകത്ത് പെൻസിലിൻ്റെ മാർക്സ് ഒരിക്കലും കാണാൻ പാടില്ല. അപ്പോൾ ഞാൻ പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന ഷീറ്റ് A4 സൈസിനെക്കാട്ടിൽ കുറച്ച് ചെറുതാണ്. അപ്പോൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെച്ച് ബുക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ യൂസ് ചെയ്യാം. ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫാബർ കാസ്റ്റലിൻ്റെ ഓയിൽ പേസ്റ്റൽസ് ആണ്. അതുകൂടാതെ ഫാബർ കാസ്റ്റൽസിൻ്റെ പെൻസിൽ കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അക്രാലിക് കളേഴ്സ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. കഥകളുടെ ഫേസ് വരയ്ക്കാൻ ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നില്ല കളേഴ്സ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പകരം കളേഴ്സ് വെച്ച് തന്നെയാണ് ബ്ലെൻഡിങ് ചെയ്യുന്നത്.
ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി അക്രലിക് പെയിന്റ് വെച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. അക്രലിക് കളർ വെച്ചിട്ടാണ് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തത്. ഇവിടെയൊക്കെ ഈ വൈറ്റ് സ്പോട്ടൊക്കെ ചെയ്തത് ഫുള്ള് അക്രലിക് കളറാണ്. ഈ റൈറ്റിങ്ങും ഞാൻ പെയിന്റ് വെച്ച് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ ടേപ്പ് റിമൂവ് ചെയ്തെടുക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഗൂഗിളിൽ നിന്ന് ഒരു റെഫറൻസ് പിക്ക് സെലക്ട് ചെയ്തേക്കുവാണ്.
എന്നിട്ട് ആ ഒരു പിക്ക് നല്ലതുപോലെ ഒബ്സർവ് ചെയ്യുക. എവിടെയൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡ്, എവിടെയൊക്കെയാണ് ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ എല്ലാം നല്ലതുപോലെ ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് ഓരോരോ കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. അതായത് ഗ്രീൻ ഇപ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഗ്രീനിൻ്റെ അകത്ത് എന്തൊക്കെ വെറൈറ്റി ഓഫ് കോമ്പിനേഷൻസ് ആണ് വന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, യെല്ലോ, വൈറ്റ്, ഈ 3 കോമ്പിനേഷൻസ് ആണ് കഥകളിയുടെ ഫേസിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഗ്രീൻ പോർഷനിൽ. കുറിയുടെ ഈ ഒരു പോർഷനിൽ ഞാൻ ഡാർക്ക് യെല്ലോയും ലൈം യെല്ലോയും വൈറ്റുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കഥകളിയുടെ ലിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ഓറഞ്ചിൻ്റെ മിക്സാണ് ചെയ്തേക്കുന്നത്. പിന്നെ കഥകളിയുടെ ഈ ഒരു പോർഷന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ്, ലൈറ്റ് സ്കൈ ബ്ലൂ, ഗ്രേ, ഈ 3 കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഓയിൽ പേസ്റ്റിൽ ചെയ്തതിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആണിത്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആണ് കാണാൻ. നിങ്ങളും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.